1000 തവണ വായ കൊണ്ട് വിളിച്ച് പറഞ്ഞതിനെക്കാട്ടിലും എഫക്റ്റീവാണ്. കേൾക്കുമ്പോണ്ടല്ലോ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോയാലെന്ന് വിചാരിക്കും. കല്യാണം സെറ്റാവാതെ വിഷമിച്ച് നടക്കുന്ന യുവാക്കളൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ്. എന്താടാ ഈ വർഷമെങ്കിലും വല്ലതും നടക്കുമോ, നമുക്ക് വല്ലതും കിട്ടും. കുടുംബക്കാരൊക്കെ കൂടുന്ന കല്യാണത്തിനോ സൽക്കാരത്തിനോ അങ്ങനെ എന്ത് ഫംഗ്ഷനും മനഃപൂർവ്വം പോവാതെ ഒഴിഞ്ഞു മാറുന്ന ചിലരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാവും. ഒന്നുകൊണ്ടല്ല, ചിലരുടെ കമൻസ്, ചിലർ ആവശ്യമില്ലാത്ത വാക്കുകൾ, നമ്മളെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ചില കമൻസ്, അതൊന്നും ഇനി കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാവും പലരും ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളൊക്കെ ഒഴിവാക്കുന്നത്. കല്യാണം സെറ്റാവാതെ വിഷമിച്ച് നടക്കുന്ന യുവാക്കളൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത്. അവർ തെരഞ്ഞു പിടിച്ച് ഇവർ കുടുംബക്കാർ നടന്ന് ചോദിക്കും, എന്താടാ ഈ വർഷമെങ്കിലും വല്ലതും നടക്കുമോ, നമുക്ക് വല്ലതും കിട്ടുമോ. ആ രൂപത്തിലൊക്കെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിൽ സംസാരിക്കും. കുടുംബക്കാരുടെ കാര്യമാണെങ്കിൽ അങ്ങനെ, ഇനി ജോലി സ്ഥലത്താണെങ്കിൽ ഒരുപാട് അപമാനങ്ങൾ. എന്തിനേറെ പറയുന്നത്, സ്വന്തം ഫാമിലിയിൽ നിന്ന് പോലും ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ തരം താഴ്ത്തപ്പെടാത്തവർ ചുരുക്കമായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഇൻസൾട്ട് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി, അതവരുടെ ഒരു ഹോബിയാണ്. പക്ഷേ ഇത് കേൾക്കുന്ന നമ്മൾ ഒരു നിമിഷം സ്റ്റക്കായിട്ട് പോകും അല്ലേ, ഒന്നും പറയാൻ നിവൃത്തിയില്ലാതെ ബ്ലാങ്കായിട്ട് ഭയങ്കരമായിട്ട് അസ്വസ്ഥമായിട്ട്, പിന്നെ അത് നമ്മളെ മാസങ്ങളോളം ആ ഒരു വേദന നമ്മളങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഈ ആളുകളുടെ ഈ ഒരു കമൻസ് കൊണ്ട് നമ്മൾ ഇത്രത്തോളം വേദനിക്കുന്നത് പറയാം. ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾക്ക് അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും ഒരു മനസ്സമാധാനം കിട്ടണം എന്നുള്ളത്. അത് പക്ഷേ നമ്മളെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുകൾ വെച്ചിട്ടായിരിക്കും ഇവർ പെരുമാറുന്നുണ്ടാവുക. നാട്ടിലെ ചില കാരണന്മാർക്കും ചില കുടുംബക്കാർക്കും ഒക്കെ പ്രധാനപ്പെട്ട പണി ഇതാണ്, മറ്റുള്ളവരെങ്ങനെ അപമാനിക്കുക, അവരുടെ എന്തെങ്കിലും ഒരു സ്വഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും നെഗറ്റീവ് കാര്യത്തെക്കുറിച്ചോ ചോദിക്കുക, അതിലിങ്ങനെ അവർ സന്തോഷം കണ്ടെത്തുക. കുറച്ച് തടി കൂടിയാലോ അല്ലെങ്കിൽ കുറഞ്ഞാലോ അപ്പോൾ വരും കമൻസ്, എന്ത് കോലാത്, എങ്ങനെ ഇരുന്ന കുട്ടിയാണ്. ഇനി ചെറിയ മക്കളൊക്കെ ഉള്ള അമ്മമാരുണ്ടാവുമല്ലോ, ചെറിയ പെൺകുട്ടികൾ, അവരുടെ അടുത്തൊക്കെ ഈ കുടുംബക്കാരൊക്കെ ചോദിക്കുന്ന ചോദ്യം കേട്ടാലുണ്ടല്ലോ, ഈ കുട്ടി കുറച്ച് മെലിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ അമ്മനോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ഈ കുട്ടിക്കൊന്നും കൊടുക്കലില്ലേ, ഒക്കെ മുഴുവൻ ഈ തിന്നലാ. അതേപോലെ കുട്ടികൾ കുറച്ച് നിറം കുറവോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന ചോദ്യമായിരിക്കും, എന്താ പറയുക എൻ്റെ കുട്ടി ഇങ്ങനെ കറുത്തു പോയത്, ഇപ്പോഴൊരു കറമ്പിയാണല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോയാലെന്ന് വിചാരിക്കും. പക്ഷെ കഴിയില്ല, നമുക്ക് ആ സമയത്ത് ഒന്നും പ്രതികരിക്കാൻ കഴിയില്ല. നമുക്ക് ദേഷ്യം സങ്കടം ഒക്കെ കൊണ്ട് ഇങ്ങനെ മനസ്സിങ്ങനെ ബ്ലാങ്കായി പോകും അല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് അറിയോ? ഇത് സത്യത്തിൽ നമ്മുടെ ഒരു വീക്ക്നെസ് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്, നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാതാവുന്നത്? ഇത്തരത്തിൽ പബ്ലിക്കായിട്ട് നമ്മൾ ഇൻസൾട്ട് നേരിടുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ഒരു ഫിസിക്കൽ ത്രെട്ടായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറ് ഓവർലോഡ് ആവും. ആ ഒരു ത്രെട്ടിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അത് സ്വയം ഹീറ്റാവും, നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു ഫ്രീസായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് മാറും. അത് കോമൺ ആണ്. ബട്ട് ഈ ഒരു അവസ്ഥയേക്കാൾ വളരെ മോശമായിട്ടുള്ള മറ്റൊരവസ്ഥയുണ്ട്. ചിലരെങ്കിലും ആ ഒരു സ്റ്റേജിലേക്ക് ഇത്തരത്തിൽ അപമാനിക്കപ്പെടുമ്പോൾ പോവാറുണ്ട്. എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? ഈ തരത്തിൽ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് നേരിടുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് സങ്കടപ്പെടും, അത് മനസ്സിലേക്ക് എടുക്കും. എന്നിട്ട് അവിടെ പ്രതികരിക്കാതെ പിന്നീട് ആ ഒരു സംഭവം മനസ്സിലിട്ട് ഇങ്ങനെ റീപ്ലേ ചെയ്യാൻ തുടങ്ങും. അത് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അതിങ്ങനെ റീപ്ലേ ചെയ്ത് നമ്മൾ അങ്ങനെയാണോ, ഈ ആളുകളൊക്കെ പറയുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ, ഇനി മറ്റുള്ള ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടാവുക. ഇത്തരത്തിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ്, സെൽഫ് ഡൗട്ട് നമ്മളിങ്ങനെ ഇടാൻ തുടങ്ങും. ആ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വർക്കൗട്ടായിട്ട് നമ്മൾ നമ്മുടെ ക്യാരക്ടർ അതിലേക്ക് മാറ്റാൻ ശ്രമിക്കും. ഇനി ആളുകളുടെ അടുത്തൊന്നും മിണ്ടണ്ട, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഞാനൊന്നും പറയാതിരുന്നാൽ പോരെ, എന്തിനാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോകുന്നത്, സംസാരിച്ചുകൊണ്ടല്ല എനിക്കങ്ങനെ ഇൻസൾട്ട് നേരിടേണ്ടി വന്നത്. ആ തരത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ നമ്മൾ മാറ്റാൻ ശ്രമിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, മറ്റുള്ളവരുടെ കമൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി മാറ്റാൻ നിന്നാൽ അത് നഷ്ടം നമുക്ക് തന്നെയാണ്. ഇനി എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതെന്നറിയാം? പ്രധാനപ്പെട്ട ഒരു 3-4 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പണിയില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടണം, ആളുകളെ വെറുതെ ഒന്ന് ഇൻസൾട്ട് ചെയ്യണം, അവരൊന്ന് വിഷമിപ്പിക്കണം എന്നുള്ള ചിന്താഗതിയിൽ ഒരു പണിയില്ലാതെ നടക്കുന്ന ആളുകളുണ്ട്, ഒന്നാമത്തെ വിഭാഗം. ഇനി രണ്ടാമത്താണ് ഭയങ്കരമായിട്ട് അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവും. അതായത് അവർക്ക് അവരുടെ വില കുറഞ്ഞു പോകുന്നുണ്ട് എന്നൊരു സംശയം, അല്ലെങ്കിൽ അവർ നമുക്ക് കാണുമ്പോൾ അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഭയങ്കര വാല്യൂ ഉള്ളവരാണെന്നൊക്കെ തോന്നിപ്പിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ നല്ല രീതിയിൽ ഫിയറും അല്ലെങ്കിൽ ഞാൻ അവരെക്കാട്ടിലും വാല്യൂ കുറവുള്ള ആളാവോ എന്നുള്ള ചിന്തയൊക്കെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അതിൻ്റെ പുറത്താണ് ഈ ആളുകൾ ഈ തരത്തിൽ പെരുമാറുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്, രണ്ടുപേർക്കും ജോലിയുണ്ട്. പക്ഷേ വൈഫിന് ജോലിയിൽ കുറച്ച് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയി അവർ ഭർത്താവിനെക്കാട്ടിലും ഒരുപടി മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷൻ്റെ സമയത്ത് ആളുകൾ ഈ വൈഫിനെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കും. അത് കേൾക്കുമ്പോൾ ഈ ഭർത്താവിൻ്റെ ഇൻസെക്യൂരിറ്റി അവിടെ ട്രിഗർ ആവും. അപ്പോൾ അയാൾ പെട്ടെന്ന് പറയാണ്, പ്രതികരിക്കുകയാണ്, അവൾ ജോലി സ്ഥലത്തൊക്കെ ഓക്കെയാണ്, പക്ഷെ വീട്ടിൽ ഒരു കാര്യം
അത് കേട്ടോടുകൂടി ഈ ആളുകളൊക്കെ കൂടെ അങ്ങോട്ട് ചിരിക്കും, പൊട്ടിച്ചിരിക്കും. അവർക്കത് ഭയങ്കര ഹ്യൂമറായിട്ടാണ് തോന്നുക. ഈ ഭാര്യ അവിടെ ചിരിക്കാൻ വേണ്ടി ശ്രമിക്കും, പിടിച്ചു നിൽക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു തമാശയാണോ? അവിടെ ആ ഒരു സ്ത്രീയുടെ ഇമേജാണ് തകർന്നു പോയത് അല്ലേ? അവർ മാനസികമായിട്ട് അപമാനിക്കപ്പെട്ടു. ആ ഭർത്താവിൻ്റെ ഇൻസെക്യൂരിറ്റിയാണ് അവിടെ ലീക്കായത്. അപ്പം അയാൾക്ക് തോന്നുകയാണ്, ഇവൾ എന്നെക്കാട്ടിലും മുകളിൽ നിൽക്കുമോ, അല്ലെങ്കിൽ ഇവളുടെ മേലിലുള്ള എൻ്റെ കൺട്രോൾ പോയി പോവോ എന്നുള്ള ചിന്തയൊക്കെയാണ് അയാളെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നില്ല കേട്ടോ. ലവ് ഉള്ളിടത്തും ഇൻസെക്യൂരിറ്റി ഉണ്ടാവാം, പക്ഷേ അത് അവർ വളരെ മെച്യൂറായിട്ടായിരിക്കും അതിനോട് പ്രതികരിക്കുന്നത്. തൻ്റെ പങ്കാളിക്ക് അത് ഇൻസൾട്ട് ആവാത്ത രൂപത്തിൽ അവരതിനെ കൈകാര്യം ചെയ്യും. അതാണ് വ്യത്യാസം. ഇനി ഈ ഇൻസെക്യൂരിറ്റിക്ക് മറ്റൊരു ഉദാഹരണം പറയാം. ജോലി സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടീം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു താഴ്ന്ന എംപ്ലോയി നല്ലൊരു ഐഡിയ അവിടെ അവതരിപ്പിക്കും. പക്ഷേ ഇവരുടെ ബോസിന് അത് പിടിക്കൂല. ആൾ പറയും, എന്താ ഗൂഗിളിൽ നിന്ന് കിട്ടിയതായിരിക്കൂലേ? ഒറ്റ ചോദ്യം മതി, ആ എംപ്ലോയി ആകെ തകർന്നു പോകും അല്ലേ? അദ്ദേഹം വളരെ ഗവേഷണം നടത്തി അയാളുടെ നല്ലൊരു ഐഡിയ അവിടെ പ്രസൻറ്റ് ചെയ്തതാണ്. പക്ഷേ മറ്റേ ആൾ അതിനെ ക്രോസ് ചെയ്തു. ഇവിടെയും ആ ഒരു ബോസിൻ്റെ ഇൻസെക്യൂരിറ്റിയാണ് അവിടെ പ്രകടമായത്. ആളുടെ സ്ഥാനം പോയി പോവോ, അല്ലെങ്കിൽ മറ്റേ ആൾ എന്നെക്കാട്ടിലും മുതിരോ എന്നുള്ള ഒരു ചിന്ത, അതാണ് മറ്റേ ആളെ ഇൻസൾട്ട് ചെയ്തത്. ഇത്തരത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ആളുകൾ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഈവൻ ഫാമിലിയിൽ പോലും പാരൻസൊക്കെ കുട്ടികളെ കമ്പയർ ചെയ്ത് സംസാരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇപ്പുറത്തെ കുട്ടി നിനക്കാട്ടിലും മാർക്ക് വാങ്ങുന്നുണ്ട്, എന്താ നിനക്കത് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാവാം? ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു പോവുമോ, അല്ലെങ്കിൽ നമുക്ക് വാല്യൂ ഇല്ലാതായിരിക്കോ എന്നൊക്കെയുള്ള ഇൻസെക്യൂരിറ്റിൻ്റെ പുറത്താവാം ചിലരങ്ങനെ പറയണത്. ഇനി പബ്ലിക് ഹ്യൂമിലിയേഷൻ ഉണ്ടാവാനുള്ള മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതായത് ഈ ആളെ ഈ സമയത്ത് ഇങ്ങനെ പറയാൻ അനുവദിച്ചാൽ അടുത്ത പ്രാവശ്യം ആൾ ഇത് ആവർത്തിക്കും. അതുകൊണ്ട് ഇവിടെ അയാളെ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു ചിന്ത. നേരത്തെ ഞാൻ പറഞ്ഞു ആ എംപ്ലോയിയും ബോസും തമ്മിലുള്ള ഒരു ഉദാഹരണം. ആ സമയത്തൊക്കെ അവിടെ എന്താണ്, അടുത്ത സമയം ഇയാൾ ഇത് സംസാരിക്കരുത്, അയാൾ എന്നെ ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കരുത് എന്നുള്ളൊരു ചിന്തയാണ് അയാൾ അതിന് പ്രേരിപ്പിച്ചത്. ഇനി മറ്റൊരു കാരണമാണ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ആളുകളുടെ ഒരു അറ്റൻഷൻ കിട്ടുക. ഒരു പബ്ലിക് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് മറ്റൊരാളെ അപമാനിച്ചിട്ടെങ്കിലും എനിക്ക് ശ്രദ്ധ നേടണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഷൗട്ട് ചെയ്യും ചില ആളുകൾ അല്ലേ? അവർ പറയുന്ന പൊട്ട തെറ്റായിരിക്കും, അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കും. പക്ഷെ എന്നാലും അവർ ഷൗട്ട് ചെയ്തിട്ട് അവിടെ പിടിച്ചു നിൽക്കും, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തിട്ട്. പക്ഷെ അവരുടെ മെയിൻ അജണ്ട എന്താണ്? മറ്റുള്ളവരുടെ അറ്റൻഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ? ഇത്തരത്തിൽ അപമാനിക്കപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവരോട് പ്രതികരിക്കേണ്ടത്? നമ്മൾ അങ്ങോട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കണോ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് റിയാക്ട് ചെയ്ത് സംസാരിക്കണോ? പറയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ സന്ദർഭങ്ങളിൽ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടും, അതേപോലെ കൈകളൊക്കെ വിറക്കും, ഒന്നും പറയാൻ പറ്റാതെ ചിലപ്പോൾ ബ്ലാങ്ക് ആവും, അല്ലെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്യാനുള്ളൊരു പ്രവണത ഉണ്ടാവും. പക്ഷേ നമ്മൾ അധികം സംസാരിക്കരുത്. അവിടെ കാമായിട്ട് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിന് കാമാവും. എന്നിട്ട് പതുക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അവർക്ക് മറുപടി കൊടുക്കുക. നമ്മുടെ പ്രതികരണത്തെക്കാൾ 10 ഇരട്ടി എഫക്റ്റീവാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട്. നിങ്ങളുടെ ഷോൾഡറുകൾ നേരെ പിടിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് അവരോടുള്ള ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ആ പറഞ്ഞ ആളുകളെ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവണം എന്താണ് കാരണം എന്നുള്ളത്. ഒരിക്കലും തല താഴ്ത്തരുത്. ആ സമയത്ത് ചുറ്റുമുള്ളവർ നമ്മളെ ശ്രദ്ധിക്കും. നമ്മളാണ് ശരി എന്നുള്ളൊരു ബോധം അവരുടെ മനസ്സിലിങ്ങനെ വരാൻ തുടങ്ങും. നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. 1000 തവണ വായ കൊണ്ട് വിളിച്ച് പറയുന്നതിനെക്കാട്ടിലും എഫക്റ്റീവാണ് നമ്മുടെ ഈ ഒരു മൗനമായിട്ടുള്ള സംസാരം. ഇനി എല്ലാ സമയത്തും ചിലപ്പോൾ ബോഡി ലാംഗ്വേജ് കൊണ്ട് മാത്രം നിൽക്കണമെന്നില്ല. പല സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള ഇൻസൾട്ടുകൾ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ജോക്കായിട്ട് പറയും, വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ട് പറയും, അല്ലെങ്കിൽ ഇൻറ്റൻഷനലി ചിലർ പറയും, ഇവരൊന്ന് അപമാനിക്കണം എന്നുള്ള രൂപത്തിൽ ചിലർ പറയും, ചിലർ ദേഷ്യത്തിൻ്റെ പുറത്ത് പറയും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഏത് സന്ദർഭത്തിലാണ് എന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അവരുടെ അടുത്ത് പ്രതികരിക്കാൻ. ചെറിയ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ഞാൻ പറയാം, ആ രൂപത്തിലൊക്കെ സംസാരിക്കാം നമുക്ക്. അതല്ലാതെ നിങ്ങൾ പറഞ്ഞതിന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത്. അതായത് ആക്ച്വലി ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലർ പറയും, അങ്ങനെ ഒരിക്കലും പറയാൻ നിൽക്കരുത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അല്ലേ, റിലേഷൻഷിപ്പിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നേരിട്ട് പറയാം, നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ അത് പറയായിരുന്നു എന്നുള്ള രൂപത്തിലൊക്കെ അവരുടെ അടുത്ത് പറയാം. ഇനി ചില ആളുകളുണ്ട് പബ്ലിക്കായിട്ട് പല തവണ നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കും. അവരുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത് വെച്ചാൽ അവരുടെ പ്രൈവറ്റായിട്ട് അവരെ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കുക. ഒരിക്കലും പബ്ലിക്കായിട്ട് അവരുടെ അടുത്ത് മറുപടി കൊടുക്കണ്ട. അവരെ വിളിച്ചിട്ട് നമുക്ക് പറയാം, നിങ്ങളിങ്ങനെ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളിത് ആവർത്തിക്കരുത്. അത് കണിശമായിട്ട് പറയാം. അതിലൂടെ നിങ്ങൾ അവരുമായിട്ടൊരു ക്ലിയർ ബൗണ്ടറിയാണ് സെറ്റ് ചെയ്യുന്നത്. പലതരത്തിലും പല സന്ദർഭങ്ങളിൽ നമ്മൾ അപമാനിക്കപ്പെട്ടേക്കാം. അപമാനിക്കുന്നവർക്ക് ഒരു നിമിഷത്തെ കാര്യമുള്ളൂ, പക്ഷേ അത് ജീവിതകാലം ഇങ്ങനെ ക്യാരി ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഒരു പബ്ലിക് ഇൻസൾട്ട് അല്ല നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്.
ആ ഒരു ഇൻസൾട്ടിനോട് നമ്മൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ്. ഒന്ന് ഓർക്കുക, ആളുകൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ സെൽഫ് വർത്ത്. അപ്പോൾ പലരും നിങ്ങളെ താഴെ ഇടാൻ ശ്രമിച്ചേക്കാം, പക്ഷെ താഴെ തന്നെ കിടക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.